എല്ലാവർക്കും നമസ്കാരം. 2026 നമുക്കറിയാം 20ലധികം നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുണ്ട്. 2026 പരീക്ഷകളിൽ വിജയിക്കാനായി 90 ദിവസത്തെ ഒരു പ്ലാനുമായിട്ടാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഓരോ ദിവസവും കുറച്ച് ടോപ്പിക്കുകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തുകയാണ്. ഇന്ന് നൽകുന്നത് മലയാളത്തിലെ 2 ടോപ്പിക്കുകളാണ്. PSC ക്വസ്റ്റ്യൻ പേപ്പറിലെയും മലയാളം വിഭാഗത്തിൽ ഭൂരിഭാഗം പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു ചോദ്യഭാഗമാണ് ഒറ്റപ്പദങ്ങൾ. ഒറ്റപ്പദങ്ങളിൽ നിന്നും ഇതുവരെ വന്നിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് നാം ഇവിടെ നൽകാൻ പോകുന്നത്. ആദ്യത്തെ ഒരു 10 എണ്ണമാണ് നാം ഇന്നിവിടെ നോക്കുന്നത്. ഒന്നാമത്തേത്, ജനകന്റെ പുത്രി ജാനകി, ഭീമന്റെ പുത്രി ഭൈമി. ജനകന്റെ പുത്രി ജാനകി, ഭീമന്റെ പുത്രി ഭൈമി. സുമിത്രയുടെ പുത്രൻ സൗമിത്രി, ദശരഥന്റെ പുത്രൻ ദാശരഥി, ദ്രോണരുടെ പുത്രൻ ദ്രൗണി, വീരസേനന്റെ പുത്രൻ വൈരസേനി. ഇങ്ങനെ ചില പാറ്റേണുകളുള്ള ഒറ്റപ്പദങ്ങൾ ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ സുമിത്രയുടെ പുത്രൻ സൗമിത്രി, ദാശരഥന്റെ പുത്രൻ ദാശരഥി, ദ്രോണരുടെ പുത്രൻ ദ്രൗണി, വീരസേനന്റെ പുത്രൻ വൈരസേനി. ഇനി അടുത്ത ഒരു പാറ്റേൺ നമുക്ക് നോക്കാം. ഋഷിയെ സംബന്ധിക്കുന്നത് ആർഷം, ലോകത്തെ സംബന്ധിക്കുന്നത് ലൗകികം, വിവാഹത്തെ സംബന്ധിക്കുന്നത് വൈവാഹികം, പരലോകത്തെ സംബന്ധിക്കുന്നത് പാരത്രികം. അടുത്തതായി ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് പര്യായ പദങ്ങളാണ്. നമുക്കറിയാം എല്ലാ PSC പരീക്ഷകളിലും മലയാള വിഭാഗത്തിൽ പര്യായ പദങ്ങളിലെ ക്വസ്റ്റ്യനുകൾ നിർബന്ധമായും ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്കിന്നിവിടെ മുൻവർഷ ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുള്ള 10 പര്യായ പദങ്ങൾ ഇന്നൊരു ദിവസം നമുക്ക് പഠിക്കാം. ആദ്യത്തേത് കുതുകം. കുതുകത്തിന്റെ പര്യായമാണ് താല്പര്യം, ആഗ്രഹം, ജിജ്ഞാസ, ഉത്സാഹം. കുതുകം, താല്പര്യം, ആഗ്രഹം, ജിജ്ഞാസ, ഉത്സാഹം. അടുത്തത് ഛലം. ഛലത്തിന്റെ പര്യായങ്ങളാണ് ഉപായം, വഞ്ചന, വ്യാജം. ഛലം, ഉപായം, വഞ്ചന, വ്യാജം. മുഖം. മുഖത്തിന്റെ പര്യായങ്ങളാണ് ഹാസ്യം, വദനം, ആനനം. മുഖം ഏതൊക്കെയാണ്? ഹാസ്യം, വദനം, ആനനം. അടുത്തത് നദി. നദിയുടെ പര്യായങ്ങളാണ് സ്രോതസ്, ധ്വനി, ദ്വീപവതി. നദിയുടെ പര്യായങ്ങളാണ് സ്രോതസ്, ധ്വനി, ദ്വീപവതി. അടുത്തതാണ് പയോദം. പയോദം എന്നുള്ളതിന്റെ പര്യായമാണ് മേഘം, ജലദം, വാരിദം. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിലെങ്കിലും മേഘത്തിന്റെ പര്യായങ്ങളായിട്ട് ചോദിക്കാറുള്ളതാണ് പയോദം, ജലദം, വാരിദം. അടുത്തത് നിലാവ്. നിലാവിന്റെ പര്യായങ്ങൾ ചന്ദ്രിക, കൗമുദി, ജ്യോത്സ്ന. നിലാവ്, ചന്ദ്രിക, കൗമുദി, ജ്യോത്സ്ന. അടുത്തതാണ് വല്ലകി. വല്ലകിയുടെ പര്യായങ്ങളാണ് വീണ, വിപഞ്ചിക, പരിവാദിനി. വീണ, വിപഞ്ചിക, പരിവാദിനി. അടുത്തത് പക്ഷി. പക്ഷിയുടെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? വിഹകം, പത്രി, ശകുന്തം. പക്ഷി, വിഹകം, പത്രി, ശകുന്തം. അടുത്തതാണ് സ്വർണം. സ്വർണത്തിന്റെ പര്യായങ്ങളാണ് കനകം, കാഞ്ചനം, ഹേമം. സ്വർണം, കനകം, കാഞ്ചനം, ഹേമം. അടുത്തത് ശുകം. ശുകത്തിന്റെ പര്യായങ്ങളാണ് തപ്ത, കീരം, ശാരിക. ശുകം, തപ്ത, കീരം, ശാരിക. ഇത്രയും പര്യായങ്ങളാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ കൂടുതലുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വീഡിയോ ആയി നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിനായി വീഡിയോ കറക്റ്റായി നോട്ടിഫിക്കേഷനുകൾ കിട്ടുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കരുത്. ഓക്കെ, താങ്ക് യു.